ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളെയല്ലേ നമ്മൾ കണ്ടിട്ട്. പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സുഖമായിട്ടിരിക്കണു, നിങ്ങൾ സുഖമായിട്ടിരിക്കണു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ക്യാപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്തായിരിക്കും ഇന്നത്തെ ടോപ്പിക് എന്ന്. ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടായിരുന്നു, എൻ്റെ ന്യൂസിലാൻഡിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുള്ളത്. എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ, എൻക്വയറീസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ഹായ് അയക്കും, ഹലോ അയക്കും. അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അറിയുന്നുള്ളത് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അറിയണ തരം ഞാൻ പറഞ്ഞു തരില്ല. കുറച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഏജൻസിയാണ് നല്ലതെന്നൊക്കെ. എനിക്ക് സത്യമായിട്ടും അതേതാണ് നല്ലതെന്ന് അറിഞ്ഞൂടാ. കാരണം ഇപ്പം നാട്ടിലത്തെ ഏജൻസീൻ്റെ പരിപാടികളൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് ഫ്രോഡ്സ് കിട്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്, ഞാൻ ചിലവരുടെ മെസ്സേജ് കണ്ട് ഞാൻ ഞെട്ടി ഇരിക്കാറുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ പേര് കാശ് അടച്ച് കഴിഞ്ഞ് 3 ലക്ഷം 2 ലക്ഷം അടച്ചു കഴിഞ്ഞു, വർക്ക് വിസ കയ്യിൽ കിട്ടി, ഇവിടെ ഇത്ര പേ ഉണ്ട് എന്നൊക്കെ ഞാൻ ശരിക്കും കേട്ട് ഞെട്ടിപ്പോയി കേട്ടോ. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വർക്ക് വിസ അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ന്യൂസിലാൻഡിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ ജോലി മാറിയില്ല, എനിക്കിപ്പോൾ കിട്ടില്ല. സോ എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു ഏജൻസി നമ്മൾ കണ്ട് അവരും പറയുന്ന ഫുള്ള് നമ്മൾ വിശ്വസിക്കരുത്. നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അവർ പറയുന്ന ആ ഏജൻസി ജെന്യുൻ ആണോ നോക്കണ്ടേ. ഇങ്ങനെ നമുക്ക് വർക്ക് വിസ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ ഓക്കെ. ഏതെങ്കിലും ഓഫർ ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്റർ വരെ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോൻ്റെ ടോപ്പിക് ഇതല്ല, എന്നാലും എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ന്യൂസിലാൻഡ് ഹൈ കമ്മീഷന് ഇമെയിൽ അയയ്ക്കുക. എന്നിട്ട് ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തേക്കുന്ന ഏത് കമ്പനിയിലോട്ടാണോ നിങ്ങൾക്ക് ഓഫർ കിട്ടിയത് അത് അവരോട് പറയുക. അപ്പോൾ അവർ പറയും ഇത് ജെന്യുവൻ ആണോ അല്ലേന്ന്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം കേട്ടോ. നാളെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശല്ലേ. സോ അങ്ങനെ ഒരുപാട് ഓഫർ ലെറ്റേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. മെസ്സേജ് ഹെൽത്ത് അസിസ്റ്റൻറ്റ്, ഹെൽത്ത് കെയർ ആയിട്ട് കിട്ടി. കുറേ പേരെടുത്ത് ഞാൻ പറഞ്ഞു ഇത് ജെന്യുവൻ അല്ല, ഇത് ഫേക്കാണ്. അങ്ങനെ ഒരുപാട്. അതുകൊണ്ട് എനിക്ക് അറിയില്ലേ ഒരു പ്രോപ്പർ ഏജൻസി. കാരണം ഞാനൊരു ഏജൻസി പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളോട്ട് എടുക്കാം. ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്കുണ്ടായത് വേറെ ഒരാൾക്ക് ഉണ്ടാവണമെന്നില്ല, എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫുഡിൽ നിന്ന് തുടങ്ങാം. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. ഫുഡ് നമുക്ക് അറിയാമല്ലോ, ട്രിവാൻഡ്രം കൊച്ചി. ഞാൻ ട്രിവാൻഡ്രം, ആദർശ കൊച്ചിയാണ്. അപ്പം ഞങ്ങളവിടെ നന്നായിട്ട് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഫുഡ് മെയിൻ നമ്മുടെ ഇവിടെ കൂടുതലും ന്യൂസിലാൻഡിലുള്ളത്. ഞാൻ വെല്ലിംഗ്ടൺ ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര കുറവാണ്, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ഇന്ത്യയിൽ 2 പാർട്ടാണെങ്കിലും വേർതിരിച്ച് പറയുന്നൊന്നുമല്ല. നമ്മുടെ ഫുഡ് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഗരം മസാല സംഭവങ്ങളും അവരുടേത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം എനിക്കത് പിടിക്കില്ല കേട്ടോ. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഇപ്പം അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഫുഡ് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും കൂടെ പിടിക്കുന്നില്ല. ഭയങ്കര കളറും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം പതിയെ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും യൂട്യൂബ് നോക്കി ഉണ്ടാക്കുക. അതാണ് ഇപ്പോഴത്തെ ഇത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫ്രഷ് ആയിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാം ഫ്രോസൺ ഐറ്റംസ് ആയിരിക്കും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് നിങ്ങൾക്ക് പഴംപൊരി. ഇവിടെ ഏത്തപ്പഴം കിട്ടില്ല, അപ്പം അതൊക്കെ നമ്മൾ ഫ്രോസൺ മേടിക്കേണ്ടി വരും. പക്ഷെ അത് നല്ലതാണ് കേട്ടോ, ഫ്രോസൺ പഴംപൊരി അത് നല്ലതാണ്. അതേപോലെ ബോണ്ട, ഉള്ളിവട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഫ്രോസൺ ആയിരിക്കും. വൈകുന്നേരം നല്ല ചൂട് സമോസയും ചായ കുടിക്കാൻ തോന്നിയാൽ നമ്മൾ പോയി കഴിക്കണ പോലെ ഇവിടെ അതൊന്നും ഇല്ല. ഉണ്ടാക്കി കഴിച്ചാലുണ്ട്. അല്ലാതെ ചൂട് സമോസയൊക്കെ വേണമെങ്കിൽ ഫ്രോസൺ മേടിക്കാം, അതിന് അത്രക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ പഴംപൊരി, ബാക്കി ഉള്ളിവട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ നെയ്യപ്പം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫ്രോസൺ കിട്ടും. അതേപോലെ കറി കാര്യങ്ങളൊക്കെ ഫ്രോസൺ കിട്ടും. ഇപ്പം മീനാണെങ്കിൽ പോലും എന്താ പറയുക, ഫ്രോസൺ മീൻ. ഇവിടെ ന്യൂസിലാൻഡ് എന്ന് പറയുമ്പം മീനിൻ്റെ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് മീനിനെക്കുറിച്ച് അധികം അറിയില്ല. കാരണം ആദർശം ഫിഷ് കഴിക്കാത്തതുകൊണ്ട് ഞാനും അതിലും അങ്ങനെ ഫിഷ് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം മീൻ ഞാൻ കൂടുതലും നമ്മുടെ ഫ്രോസൺ നെത്തോലിയൊക്കെ ഉണ്ടല്ലോ, വേറെ എനിക്ക് അറിഞ്ഞൂടാ, നമ്മളെ ട്രിവാൻഡ്രത്തിൽ നെത്തോലി എന്നാണ് പറയുന്നത്. മറ്റേ കുട്ടി മീൻ, അതിൻ്റെ ഫ്രോസൺ കിട്ടാറുണ്ട്. അത് മാത്രമാണ് ഞാൻ മേടിച്ചുണ്ടാക്കണം. അതേപോലെ ട്യൂനേൻ്റെ ക്യാൻ കിട്ടാറുണ്ട്. വേറെ ട്യൂന ഫ്രഷ് കിട്ടും കേട്ടോ. നാട്ടിലാണെങ്കിൽ എന്തോരം വെറൈറ്റി മീനുകളാണല്ലേ. എനിക്കാണെങ്കിൽ കൊതിയായിട്ടുണ്ട് നല്ല മത്തി ഫ്രൈ ചൂട് കഴിക്കാൻ. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയപ്പോൾ ആദ്യം അമ്മേനെ വിളിച്ച് പറഞ്ഞു എനിക്ക് മത്തി ഫ്രൈ വേണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഒരുപാട്
ഫുഡിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഫ്രഷ് കിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ചോറിന് കഴിക്കാൻ കറികളൊക്കെ ഉണ്ടാവില്ലേ, പല പല വെജിറ്റബിൾസ്, കോവയ്ക്ക, അങ്ങനെ കുറേ ഇതൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ആകെ സത്യം പറയാല്ലേ ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് തോരൻ, ബീൻസ് തോരൻ, വേറെന്തുള്ളത്, ഇത് മൂന്നും കഴിച്ച് ഞാൻ മടുത്തു. ഇത് തന്നെയാണ് നമ്മൾ പാക്ക് ആൻഡ് സേവ് ചെയ്യുന്നതാണ് സാധനങ്ങൾ മേടിക്കുക. ഇപ്പം ഇവിടെ വരുന്നവർക്ക് അത് മനസ്സിലാവും, കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പാക്ക് ആൻഡ് സേവ് ആണ്. അപ്പോൾ അവിടെ ആകെ ഉള്ളത്, പിന്നെ ഇപ്പം നമുക്ക് ബ്രിഞ്ചോളിലൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന് ഒരു ബ്രിഞ്ചോളിന് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ സീസണലായിട്ടാണ് നമ്മൾ പലതും മേടിക്കുക. ഇവിടെ കാണും ചില സീസണിൽ ചില വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, അത് ഓക്കെയാണ്. നമ്മൾ നോൺ വെജ് കൂടുതൽ ഇൻടേക്ക് തുടങ്ങും. അങ്ങനെ നോൺ വെജൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. അതിന് പച്ചക്കറികളൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്, എല്ലാം ഒന്നും കിട്ടി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഫുഡ് ബേസിസിൽ വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാം കിട്ടുമെന്ന് വെച്ചാൽ എല്ലാം കിട്ടില്ല. നല്ല ചൂട് പപ്സൊക്കെ കഴിക്കാൻ കൊതിയാവണമെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കണം. രണ്ടാമത്തെ കാര്യം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. നമ്മൾ നാട്ടിൽ നിൽക്കുമ്പം അക്കരെ പച്ച എന്നൊക്കെ തോന്നൂലേ, അതാണ്. ഇവിടെ വരുമ്പം ഒരു പച്ചയില്ല. രാത്രി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലാണ്. പിന്നെ ആകെ എനിക്ക് കാണാൻ കിട്ടുന്ന ഫ്രൈഡേ ഈവനിങ്, ഐ മീൻ വീക്കെൻഡ് സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ജസ്റ്റ് വെല്ലങ്കൻ സിറ്റിയിലൊക്കെ പോയാൽ കുറച്ച് ആളുകളെ കാണാം രാത്രി. പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാം. അത് മാത്രമാണ് നൈറ്റ് ലൈഫായിട്ട് എനിക്ക്. നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ രാത്രി 12 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ പോവാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചായയും പരിപ്പുവട കഴിക്കാൻ തോന്നും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉടനെ വന്ന ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതേപോലെ ഇപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് തോന്നിയാൽ രാത്രി, ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ 8 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഊബർ ഈറ്റ്സിൽ ഓർഡർ ചെയ്ത് ഊബർ ചേട്ടൻ കൊണ്ട് തരും ഡോറിൻ്റെ ഫ്രണ്ടിൽ. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഒരു ചായ കുടിക്കാം എന്നുള്ളൊരു സംഭവം പോലും ഇവിടെ ഇല്ല. പിന്നെ പോയാൽ കിട്ടും, 4 മണിക്ക് മുമ്പേ പോയാൽ കഫേസ് ഉണ്ട്, അവിടെ പോയാൽ നമുക്ക് കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഈ കടി സംഭവങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. വെല്ലിംഗ്ടണിൽ ആണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ താഴെ കഫേസൊക്കെ ഉണ്ട്. 4:30 മണി ആകുമ്പോൾ തന്നെ അതൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഇന്ത്യൻസ് ഉണ്ട്. ഇത് 3ാമത്തെ കാര്യമാണ് കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് എന്നായിരിക്കും, ടീം ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ബ്രേക്ക് ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെ സമയത്ത് നമുക്ക് ലഞ്ച് എന്ന് പറയുമ്പം ഒരിക്കലും നമുക്ക് എന്താ പറയുക, ചോറ് കറി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ അവർ നമ്മളെ ഇങ്ങനെ നോക്കും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളും പുതിയതായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കും. സോ നമ്മൾ എന്താ പറയുക, ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സാലഡ്സ് അങ്ങനത്തേതായിരിക്കും ലഞ്ച് കൊണ്ടുപോകുക. അതേപോലെ നമ്മൾ പക്ഷെ എൻ്റെ സ്ഥലത്ത് കുഴപ്പമില്ല, ഞാൻ ചപ്പാത്തിയൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഇന്ത്യൻസ് ഉണ്ട്. സോ എനിക്ക് ചപ്പാത്തിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ആദ്യം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഇതൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കൈ കൊണ്ട് വാരി കഴിക്കുമ്പോൾ അവരൊരു നോട്ടം നോക്കും. അതൊന്നും നമുക്ക് പിന്നെ നമ്മൾ സ്പൂണും ഫോർക്കും ആയിട്ടൊക്കെ മാറാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കൾച്ചറൊക്കെ നമ്മൾ പഠിക്കും. സ്പൂണും ഫോർക്കും വെച്ച് കഴിക്കുക. ആലോചിക്കുന്നത്, ഗൂഗിളിൽ ഞാൻ വന്ന സമയത്ത് എപ്പോഴും യൂട്യൂബിൽ നോക്കുമായിരുന്നു ലഞ്ച് പ്രിപ്പറേഷൻ ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ചോറ് കയറിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും സിമ്പിളായിട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ലഞ്ച് പ്രിപ്പറേഷനൊക്കെ നോക്കി ഉണ്ടാക്കി കൊണ്ടുപോകും. കാരണം ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ റോഡിൽ ഇറങ്ങി നടക്കാൻ പോകും. ഞാൻ രാവിലെ ഓടാൻ പോകും. അപ്പോൾ ഓടാൻ പോകുന്ന സമയത്ത് ഞാൻ ഇനിഷ്യലി വന്ന സമയത്ത് ജോലി ഇല്ലാണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ വീട്ടിൽ നമുക്ക് ബോറടിക്കുമ്പോൾ ഓടാൻ പോകുന്നു കേട്ടോ. അപ്പം എനിക്കറിയില്ല, ഞാൻ റോഡിൽ ഇറങ്ങുമ്പം എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെന്താണ് ഗ്രീറ്റ് ചെയ്യുന്നു. ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി കൾച്ചർ കൺട്രിയാണ്. ഇവിടെ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ചിരിക്കുക, വിഷ് ചെയ്യുക. കാര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ലെവലുണ്ടല്ലോ, അതായത് എംപ്ലോയി, മാനേജർ, ലൈൻ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് CEO അവരെ ടോപ്പ് നിർത്തും. നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ ആ ഒരു ലെവലായിരിക്കും, നമ്മളായിട്ട് ഷെയർ ചെയ്യില്ല, തമാശ പറയില്ല. അപ്പം നമ്മൾ ആ ഒരു ഇതിലായിരിക്കും, അയ്യോ മാനേജർ വരുന്നു, അയ്യോ അസിസ്റ്റൻറ്റ് മാനേജർ വരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുമ്പം ഇപ്പം ഞാനൊരു എംപ്ലോയി ആണ്, എൻ്റെ ടീം ലീഡറും ഞാനും മച്ച കമ്പനിയാണ്, മനസ്സിലായോ. ഇവിടെ അങ്ങനെയുള്ളൊരു ലെവൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇപ്പം
ലീഡുണ്ട്, സെഗ്മെൻറ്റ് ലീഡുണ്ട്. അപ്പോൾ അവരൊക്കെ ലൈക്ക് നമ്മുടെ തൊട്ടടുത്തിരുന്ന് ഭയങ്കര തമാശയായിട്ടാണ് സംസാരിക്കണത്. അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ല. ഇവിടെ എല്ലാ ആൾക്കാരും, ഇവിടെ റിച്ച് എന്നോ പുവർ എന്നോ ഇല്ല, എല്ലാവരും ഒന്നാണ്. അപ്പം നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് പോയാലും നമ്മളതിൽ വിലയിരുത്തുമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ മിക്കവരും സെൽഫിഷാണ്. നമ്മൾ അങ്ങനെ ഒരു ജോലി സ്ഥലത്ത് നിന്ന് ഒരു അത്രയും സിൻസിയർ ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ കിട്ടിയാലായി. അതും ഭയങ്കര റെയറാണ്. ഒരു കുട്ടി എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ന്യൂസിലല്ല ഹൈജീൻ സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു അതിന് വേണ്ടി ഒരു വീഡിയോ എങ്ങനെ മാത്രം ഇടുന്നത് എനിക്ക് ഒരു പിടിയും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് തന്നെ നമ്മുടെ ടോയ്ലറ്റ് യൂസേജ് എന്ന് പറയുമ്പോൾ ടിഷ്യൂ പേപ്പർ ആയിരിക്കും. അതാണ് നമ്മൾ പ്രത്യേകിച്ചും നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നാട്ടിൽ നിന്ന് നമുക്ക് പാരൻസിനൊക്കെ കൊണ്ടുവരുമ്പം അവർക്കതൊരു ഇച്ചിരി പാടായിരിക്കും. പക്ഷേ നമ്മൾ പതിയതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അതൊക്കെ യൂറോപ്യൻ കൾച്ചറാണ്, നമ്മളതിലോട്ട് ആയിക്കോളും. ഇനിഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുക, നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. പക്ഷേ പിന്നെ അത് നമ്മൾ അതുമായിട്ടങ്ങ് ശീലിച്ചോളും. പിന്നെ സ്വന്തം വീടുകളിൽ ബക്കറ്റും കപ്പൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതൊരു നീറ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് ഫ്ലോറൊക്കെ വെറ്റാം. മറ്റേതാകുമ്പോൾ ഫ്ലോർ ഭയങ്കര നീറ്റായിരിക്കും. ലൈക്ക് നമ്മുടെ ബാത്റൂം തന്നെ നല്ല നീറ്റായിരിക്കും. വെള്ളമൊക്കെ വലിച്ച് വാരിയിടുക, അത് ഭയങ്കര നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ട് എന്താ പറയുക, അതിനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ പറയുക. പിന്നെ അതിനെ ശീലിച്ചോളും. പിന്നെ വേസ്റ്റൊക്കെ എങ്ങനെ കളയാം, നമ്മുടെ സാനിറ്ററി വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ഞാൻ നിൽക്കുന്ന ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീക്ക്ലി വരും. വീക്ക്ലി എൻഡ് ഇവിടെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി വരും. അപ്പം നമ്മൾ പുറത്ത് വേസ്റ്റ് എടുത്ത് വെക്കുക, അവരെടുത്തിട്ടോ. അപ്പം ഇപ്പോൾ സാനിറ്ററി വേസ്റ്റ് ആണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും എല്ലാം പ്രത്യേകം, പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രത്യേകം, ഗ്ലാസ് വേസ്റ്റ് പ്രത്യേകം. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോണത്. സോ ഗേൾസ്, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ എനിക്ക് ഡ്രസ്സിനധികം സെലക്ഷൻ ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവിടെ മിക്കവരും ഭയങ്കര ലൈറ്റ് കളേഴ്സാണ് ഇടുക കേട്ടോ. സോ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വീട്ടിൽ മിന്ത്ര അങ്ങനെ കുറേ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഔട്ട്ലെറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലാകുന്ന സമയത്ത് നമുക്ക് അതൊന്നും നോക്കണ്ട. ഇവിടെ വരുമ്പം ബഡ്ജറ്റ് എങ്ങനെ സെറ്റ് ആക്കണം എന്നുള്ള പ്ലാനൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പം എക്സ്പെൻസ് നമ്മൾ എത്രത്തോളം ചുരുക്കുന്നോ അത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഈ നാട്ടിലായിരുന്ന സമയത്ത് അങ്ങനെയല്ല. ഇതിവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സ്പെൻഡിങ് ബേസ് ചെയ്തിരിക്കും നമ്മുടെ സേവിങ്സ്. ഇപ്പോൾ ഇവിടെ വീക്ക്ലി, ഫോർട്ട്നൈറ്റ്ലി, മന്ത്ലി ആണ് സാലറി വരിക. ഫോർട്ട്നൈറ്റ്ലി കിട്ടുന്ന ഒറ്റ സാലറി നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എന്താ പറയുക, നമ്മുടെ ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണോ, എക്സ്പെൻസ് ഒക്കെ എങ്ങനെയുണ്ട്, ഇതൊക്കെ നമ്മൾ ബേസ് ചെയ്തിരിക്കും. ഇപ്പം ഞാനൊരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയി, അവിടെ ഇരിക്കുന്ന ഒരു 5 സാധനം, വില കൂടിയ സാധനം മേടിച്ചാൽ എൻ്റെ അന്നത്തെ സാലറി ഗോവിന്ദ. പിന്നെ വരുന്നത് നമ്മുടെ വെതർ. ഇപ്പോൾ ഏതൊരു വീഡിയോസിൽ ഇപ്പോൾ പുറത്ത് മൈഗ്രേറ്റ് ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റീലാണ് കേട്ടോ. ഒരു വ്യക്തി മൈഗ്രേറ്റ് ചെയ്യുമ്പം വീഡിയോ തുടങ്ങുമ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഇവിടെ എങ്ങനെ, ഇതാണ്, സണ്ണിയാണ്, വിൻ്ററാണ്. അത് സത്യമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെതർ നോക്കുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ കറക്റ്റ് ഫോർകാസ്റ്റും കാണിക്കുന്നില്ല. ഇവിടെ ഞാൻ വെതർ നോക്കുമ്പോൾ ഭയങ്കര വിൻഡ് ആയിരിക്കും, പക്ഷെ പുറത്ത് സെയിം ടൈം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. നമുക്ക് ഇപ്പോൾ ഒരു വീക്കെൻഡ് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നേരത്തെ നോക്കണം. കുട പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ കുട മേടിച്ചു. രണ്ടാമത്തെ ദിവസം അല്ല, ഞാൻ ആദ്യത്തെ ദിവസം എടുത്ത് നൂത്തു, അപ്പം തന്നെ തൊടിഞ്ഞു കാറ്റത്ത്. പുറത്ത് കുട എടുക്കാതെ പോയി ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും മഴ പെയ്യും. ജോലിക്ക് എത്തുമ്പോൾ നല്ല വെയിലായിരിക്കും, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് വെല്ലിംഗ്ടണിൽ മാത്രമല്ല ഹോൾ ന്യൂസിലാൻഡിൽ നടക്കില്ല. കാറ്റാണെങ്കിൽ പറന്നു പോകും. ഞാനാണെങ്കിൽ സിഗ്നൽ കമ്പിയിലൊക്കെ പിടിച്ച് നിൽക്കും. കാരണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചായഞ്ഞു. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുനിഞ്ഞ് നിൽക്കും കാറ്റത്ത്. അപ്പം നമ്മൾ നീങ്ങില്ല, ഷെയ്ക്കാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുട ഒന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് എവിടെയും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഗൈസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ സ്വർഗമാണ്, സ്വർഗം. നാട്ടിലാകുന്ന സമയത്ത് പുറത്ത് നല്ല രസമായിരിക്കും. സംഭവം ശരിയാണ്, ഡെവലപ്ഡ് ആണ്, ഓക്കെയാണ്, ആൾക്കാരൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് IT കാരൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് നമ്മൾ രാവിലെ ഉറക്കം എണീച്ചാൽ നേരെ കമ്പ്യൂട്ടറിൻ്റെ മുകളിലിരിക്കും. രാത്രി തീരുന്ന 1 മണിക്ക് 2 മണിക്കും കിട്ടുന്ന സാലറി നമുക്ക് ഫിക്സ്ഡ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ 1 മണിക്കൂർ ഓവർ ടൈം എടുത്താൽ കാശ് കിട്ടും, 2 മണിക്കൂർ ഓവർ ടൈം എടുക്കാം, ഇറ്റ് ഡിപ്പെൻസ്, കാശ് കിട്ടും. അപ്പം അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. സോ അതൊന്നും നമ്മുടെ നാട്ടിലില്ല. എന്നാലും ഇപ്പം എന്താ പറയുക, നമ്മുടെ കംഫോർട്ടബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാണ്, സ്വർഗം.
അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒക്കെ വിട്ടിട്ട് ഇനീഷ്യലി വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, എല്ലാവരെയും കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്കായതുപോലെ പോകും, ലോൺലിനെസ് ഫീൽ ചെയ്യും, ഡിപ്രസ്ഡ് ആവും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ അതൊക്കെ നമ്മൾ തരണം ചെയ്ത്, ഇപ്പം ഇവിടെ ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടല്ലോ, സോ നമുക്ക് വീട്ടിൽ ആ സമയത്ത് വിളിക്കാനും പറ്റില്ല, ഇവിടുത്തെ ഡേ ടൈം വീട്ടിൽ വിളിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് നമ്മൾ പഠിക്കും, ഇൻഡിപെൻഡൻ്റ് ആവും, കുറേ കാര്യങ്ങൾ അറിയും. പിന്നെ വേറെ ഈ റേസിസം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് കുറച്ച് പേർക്ക് എനിക്കത് തോന്നിയിട്ടുണ്ട് റേസിസം. പക്ഷേ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കങ്ങനെ റേസിസം ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും ഭയങ്കര ഈക്വലാണ്. ചിലവർക്ക് ഈ പ്രശ്നം ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇത്രയ്ക്കാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ സിറ്റുവേഷൻസിലൊക്കെ ഓരോ വിഷമങ്ങൾ തോന്നാറുണ്ട്. നാട്ടിൽ വെച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വീട്ടുകാരെ നന്നായിട്ട് മിസ് ചെയ്യും, പല കാര്യങ്ങളും മിസ് ചെയ്യും, ഫുഡ് മിസ് ചെയ്യും, നൈറ്റ് ലൈഫ് ഇല്ല അങ്ങനെ. പിന്നെ ന്യൂസിലാൻഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര അടിപൊളിയാണ് ന്യൂസിലാൻഡ്. ഭയങ്കര ഏത് സ്ഥലത്ത് പോയാലും അത് ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ സോ ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ വരരുത് എന്നാണ്. കാരണം ഇവിടെ ജോലി കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ന്യൂസിലാൻഡ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ബൈ ബൈ.